ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ പ്രീ പ്രൈമറി സ്കൂളിനും കമ്മ്യൂണിറ്റി ഹാളിനും, കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ഉന്നതിയിൽ അങ്കണവാടിക്കും വനം വകുപ്പ് സ്ഥലം നൽകുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായി 7 വർഷമായി മുണ്ടേരി വിത്തുകൃഷി തോട്ടത്തിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ കഴിയുന്ന തണ്ടൻകല്ല് ഉന്നതിക്കാരെ പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പണ്ട് ആഫ്രിക്കയിൽ പോയി, ഇതുപോലെ വനത്തിനകത്ത് പോയി വന്യമൃഗങ്ങളെയും അതുപോലെ അവിടുത്തെ ഒരു ഉന്നതിയിൽ പോയി. ഉന്നതിയിൽ ചെല്ലുമ്പോൾ അവരുടെ ഉന്നതി കാണുന്നു, എല്ലാവരും കാണുന്നു. അവരുടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സാധനങ്ങൾ വിദേശികൾ ടൂറിസ്റ്റുകളായിട്ടുള്ളവർ വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉന്നതിയിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഇതെല്ലാം ടൂറിസ്റ്റുകളെ കാണിക്കുകയാണ്. അവരുടെ സംസ്കാരം, അവരുടെ തനതായിട്ടുള്ള കലകൾ, അവരുടെ തനതായിട്ടുള്ള ആ വാസനകളെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് അവിടുത്തെ ടൂറിസം. ഞാൻ മന്ത്രിയായി ചുമതല എടുത്തപ്പോൾ ആദ്യം കൊടുത്ത നിർദ്ദേശങ്ങളിൽ ഒന്നതാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദിവാസി സമൂഹത്തിന്റെ അവരുടെ കാത്തു സൂക്ഷിക്കേണ്ട ഇത്തരം കലകൾ കൂടി പ്രദർശിപ്പിക്കുന്ന വിദേശികളല്ല ടൂറിസ്റ്റുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മേഖല നമ്മുടെ ജൈവ വൈവിധ്യം ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും മെച്ചപ്പെട്ട ജൈവ വൈവിധ്യങ്ങളിലൊന്നാണ്. അതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ടൂറിസത്തിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ടൂറിസം എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ പലതും ഉണ്ട്. നമ്മളിപ്പം വന്യമൃഗങ്ങളുടെ ശല്യത്തെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. വനാതിർത്തികളിൽ വന്യമൃഗ ശല്യം എന്ന് പറയുന്നുണ്ട്. പക്ഷേ വനാതിർത്തികളിലെ പല റിസോർട്ടുകളും അവിടെ ഉപ്പ് വെക്കുന്നുണ്ട് വന്യമൃഗം വരാൻ വേണ്ടി എന്നുള്ളത് ആരും പറയുന്നില്ല. ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് മൃഗങ്ങളെ കാണാൻ വേണ്ടി അവിടെ ഉപ്പ് വെക്കുന്നുണ്ട്. ആ ഉപ്പ് കഴിച്ച് ശീലിക്കുന്ന ആന നാളെ അടുത്ത വീട്ടിലേക്ക് പോകും ഉപ്പുണ്ടോ എന്ന് നോക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ടൂറിസത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ടൂറിസത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുരക്ഷ മാത്രമല്ല, റിസർവ് ഫോഴ്സ് മാത്രമല്ല, ആ ടൂറിസ്റ്റുകളെ കാട് കാണിക്കാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങളിലെ ഉന്നതിയിലെ സഹോദരങ്ങളെ അവരെ പ്രാപ്തരാക്കി അവർക്ക് ട്രെയിനിങ് കൊടുത്ത്, ഞാൻ ഇവരടുത്ത് പറഞ്ഞത് ഒരു ഗൈഡും കം സെക്യൂരിറ്റി, ഗൈഡ് കം ഗാർഡ്, ഗൈഡും ഏതൊരു വ്യക്തിയും വനത്തിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗൈഡോ ഒരു ഗാർഡോ കൂടെ വേണം. അത് ഉന്നതികളിൽ താമസിക്കുന്ന ചെറുപ്പക്കാർ അതിന് തയ്യാറായിട്ടുള്ളവരെ അതിന് നമ്മൾ പരിശീലിപ്പിച്ചിട്ട് ആ നിലയിലേക്ക് അവരെ മാറ്റിയെടുക്കും. അന്നേരം ഈ മേഖലയെ നമ്മൾ ആഗ്രഹിക്കുന്നത് വരും വർഷങ്ങളിൽ മാറ്റിയെടുക്കുക. തണ്ടൻകല്ലുകാർ മുൻപ് താമസിച്ചിരുന്ന മുണ്ടേരി വനത്തിനുള്ളിലെ സ്ഥലം വാസയോഗ്യമാണെന്ന് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് നൽകിയാൽ ആ സ്ഥലം ഉടൻ കൈമാറും. ഇവിടെ വാസയോഗ്യമല്ലെങ്കിൽ പകരം ഭൂമി കേന്ദ്ര അനുമതിയോടെ 6 മാസത്തിനകം കൈമാറാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനത്തിനുള്ളിലെ ആദിവാസി ഉന്നതിയിലുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വനം മന്ത്രി വനത്തിനുള്ളിലെ 36 ഉന്നതികൾ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ നേരിൽ കേട്ട് അവയ്ക്ക് പരിഹാരം കാണുന്ന ഊര് ഉണർവ് പദ്ധതിക്ക് നിലമ്പൂർ മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ആര്യാടൻ ഷൌക്കത്ത് MLA അധ്യക്ഷനായി. പട്ടികവർഗ വകുപ്പുമായി സഹകരിച്ചാണ് സന്ദർശനം. വാണിയമ്പുഴ തരിപ്പപൊട്ടി ഉന്നതികളിലായി 43 അപേക്ഷകരിൽ 39 കുടുംബങ്ങൾക്കുള്ള വനാവകാശ രേഖ മന്ത്രി കൈമാറി. 2 പേർക്കുള്ള രേഖ 1 മാസത്തിനകവും 2 പേരുടെ രേഖകൾ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. വനംവകുപ്പ് സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ 500 പേരെ നിയമിക്കും. ആദിവാസി വിഭാഗത്തിലുള്ളവർക്ക് മുൻഗണന നൽകും. കായികക്ഷമതയുള്ള ആദിവാസി വിഭാഗത്തിലുള്ളവരെ പരിഗണിച്ച ശേഷമേ മറ്റുള്ളവർക്ക് അവസരം നൽകൂ. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കാടിനെ അറിയുന്ന ആദിവാസി യുവാക്കൾക്ക് ഗൈഡ് കം ഗാർഡായി പ്രത്യേക പരിശീലനം നൽകി ഇവർക്ക് തൊഴിലവസരം സൃഷ്ടിക്കും. മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതി, കരുളായി ഉൾവനത്തിലെ നെടുങ്കയം ഉന്നതി, മാഞ്ചേരി എന്നിവിടങ്ങളിലെത്തിയാണ് വനമന്ത്രി ഷിബു ബേബി ജോണും ആര്യാടൻ ഷൌക്കത്ത് MLAയും ജില്ലാ കളക്ടർ, സബ് കളക്ടർ, വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പമെത്തിയാണ് പരാതികൾ കേട്ടത്.
ജില്ലാ കളക്ടർ വിനയ് ഗോയൽ, അഡീഷണൽ പ്രിൻസിപ്പൽ CCF ഡോക്ടർ പ്രമോദ് G. കൃഷ്ണൻ, CCFമാരായ കെ വിജയാനന്ദ, കെ കാർത്തികേയൻ, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, നിലമ്പൂർ സൌത്ത് DFO G. ധനിക്ലാൽ, നോർത്ത് DFO P. ധനേഷ് കുമാർ, പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, ITDP ജില്ലാ പ്രൊജക്ട് ഓഫീസർ M. ബിബിൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ഷോപ്പിംഗിൽ നിലമ്പൂരിന്റെ യഥാർത്ഥ ഫീലിംഗ്സ്. മികച്ച ഫർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ ഹോമെക്സ് ഫർണിച്ചേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇണങ്ങിയ പ്രീമിയം കസ്റ്റമൈസ്ഡ് സോഫാസ്, ലിവിംഗ് റൂം ആക്സസറീസ് എന്നിവ നിർമ്മിച്ചു നൽകുന്നു. ഹോമെക്സ് ഫർണിച്ചേഴ്സ്, വടപുറം, നിലമ്പൂർ. Nature's masterpieces crafted in natural diamond jewelry. Malabar Gold and Diamonds presents Nuva, nature's finest creations. Charitra Vivag Bridal Collections by Shobhika Weddings.